ഗൈസ് എനിക്ക് പനിയാണ് ഗൈസ്. അപ്പം ചക്ക തിന്നാന്ന് വിചാരിച്ചു. എൻ്റെ അമ്മൂമ്മ പാരോടൊന്ന് ചുമ കൊണ്ടുവന്ന ചക്കയാണ് ഗൈസ്. വരിക്ക ചക്കയാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ചക്കയെ ചൂന്ന് നോക്കാൻ നിന്നാൽ നമുക്കൊന്നും തിന്നാൻ പറ്റില്ല ഗൈസ്. നമുക്ക് ഈ ചക്കേനെ കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അമ്മൂമ്മ അതൊക്കെ ചെയ്ത് ഇഡ്ഡലിക്കുട്ടത്തിനകത്ത് ആവി കയറ്റാൻ വെച്ചിരിക്കുകയാണ്. ഇത് അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് കാന്താരി മുളകാണ് ഗൈസ്. ഈ ഉണ്ടമുളകും കാന്താരി മുളകൊക്കെ അമ്മൂമ്മയുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അമ്മൂമ്മ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആവശ്യം പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു കാന്താരി മുളക്. അതിൻ്റേതായ എരിയും അതിലുണ്ടായിരുന്നു ഗൈസ്. ഉള്ളി കുറച്ചിട്ടിട്ട് അമ്മൂമ്മ കാന്താരി മുളകാണ് കൂട്ടിയിട്ടത്. അതിങ്ങനെ അടിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഒരു മണം, അതിൽ ഈ പച്ച വെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചപ്പോൾ എന്ത് മണമായിരുന്നു, എന്ത് ടേസ്റ്റായിരുന്നു. അതിനിടയ്ക്ക് ഒരു കാറ്റും മഴയും കൂടെ വന്ന് എല്ലാവരും കൂടെ ഒതുങ്ങി തണുത്ത് വിറച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ചക്ക കൊണ്ടുവന്നത്. ചക്ക രണ്ട് പ്ലേറ്റ് ഉണ്ടായിരുന്നു. കാന്താരി മുളകും വന്നു. ജാനി ഇത് കണ്ടപ്പോൾ ഒരു വെപ്രാളം. ജാനി എൻജോയ് ചെയ്തൊക്കെ ചക്ക തിന്നാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ നല്ല എരിയാണ് ഗൈസ്, നല്ല എരിയായിരുന്നു. ഓൾ ഓവർ അടിപൊളിയായിരുന്നു ഗൈസ്.